ജോസഫ് സി മാത്യു, അതായത് നേരത്തെ തന്നെ മുൻകൂട്ടി ഇത്ര വരെ 6000 വരെ പോകും അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ യുദ്ധം അതാണ് എല്ലാം താളം തെറ്റിച്ചത്. നോക്കൂ, അവർ ഇപ്പം സുരേഷ് കുമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇങ്ങനെ ഒരു പ്രതിസന്ധി വരാതിരിക്കാൻ അതിനെപ്പോലും ആലോചിച്ചു. കാരണം ഏറ്റവും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും വലിയ വാചകം അതായിരുന്നല്ലോ, പവർ കട്ടില്ലാത്ത കേരളം, പവർ കട്ടില്ലാത്ത 10 വർഷം. അപ്പോൾ അതുപോലും ചിന്തിച്ചു. യുദ്ധം അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആര്യ, ഞാനിപ്പോൾ എന്താണ് പറയേണ്ടത്? അതായത് ഇൻഡക്ഷൻ കുക്കറുകളുടെ വിൽപ്പന, ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചിട്ടുണ്ടാവും, അതിൻ്റെ പകുതി രാത്രിയിലായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാകുക. ഇങ്ങനൊരു കണക്ക് വെച്ചിട്ടൊരു ന്യായീകരണം, ഇത് KSEBയുടെ കണക്കല്ല കേട്ടോ. KSEB അങ്ങനെ ഒരു കണക്കെടുത്തിട്ടില്ല. ഇത് ന്യായീകരിക്കണമെന്ന് നിർബന്ധമുള്ളവർ അങ്ങനെ ചില കണക്കുകൾ പറഞ്ഞ് നോക്കുകയാണ്. നമ്മുടെ ഈ കേൾക്കുന്ന ഉപഭോക്താക്കൾ, ഈ ശ്രോതാക്കളെല്ലാവരും വീട്ടിൽ പാചകം ചെയ്യുന്നവരാണ്. എന്നെപ്പോലെ വൈകിട്ട് ചാനൽ ചർച്ച കൊണ്ട് മാത്രം ജീവിക്കാവുന്നവരല്ലല്ലോ, പാചകം ചെയ്യുന്നവരും ഇത് കേൾക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും അധികം പാചകം നടക്കുന്ന സമയം എപ്പോഴാണ് എന്നുള്ളത്. അവർ വൈകുന്നേരത്ത് സ്റ്റൗ ഓണാക്കുന്നേ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കേരളത്തിലെ കുക്കിങ്ങിൻ്റെ പാറ്റേൺ അനുസരിച്ച് ഏറ്റവും കൂടുതൽ പാചകം നടക്കുന്ന സമയം എപ്പോഴാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ സമയത്തെ ടോട്ടൽ നമ്മുടെ കൺസംഷൻ എത്രയാണെന്നറിയാം. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ഡാറ്റ ഇൻഫർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഈ വൈദ്യുതി ഉപഭോഗ വർധനവിൽ എന്തുമാത്രം ഉണ്ട് എന്നുള്ളതറിയാം. അത് പൊളിഞ്ഞതിൻ്റെ ഒരു രോഷമാണ് ആ വാചകത്തിലുടനീളം എന്നെ വ്യക്തിപരമായി ഉൾപ്പെടെ അറ്റാക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഏതായാലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു. എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ ചാനൽ ചർച്ചയിലാണ് ഓക്കെ, അതിലാണ് എൻ്റെ ശ്രദ്ധ എന്നുള്ളത് കൊണ്ട് എനിക്ക് സമയമില്ല. പക്ഷേ ഇവർക്കിത് അറിയാനുള്ള ശേഷിയില്ല. വേറെ കൊള്ളാവുന്നവരെ അവിടെ ഇരുത്തി പ്ലാൻ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായ യോജിപ്പാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ തീവ്ര മഴ പെയ്തു, അതുകൊണ്ടാണ് ഡാം കവിഞ്ഞതെന്നും, വെയിലും ചൂടും വന്നു കഴിഞ്ഞാൽ തീവ്ര ചൂടുണ്ടായി, അതുകൊണ്ടാണ് ഇത് വന്നതെന്നും, എവിടെയോ യുദ്ധമുണ്ടായി അതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നും ഒക്കെ പറയുന്ന രീതിയിൽ ആരുടെയെങ്കിലും ഒക്കെ കവടി നിരത്തലിന് വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ല കേരളത്തിലെ ജനങ്ങളുടെ ആസൂത്രണവും ഇതുപോലെയുള്ള വികസന പദ്ധതികൾക്ക് വേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് സർക്കാർ വ്യവസായങ്ങളെ ക്ഷണിക്കുകയാണ്. വ്യവസായങ്ങളെ ക്ഷണിച്ചിട്ട് 3.5 ലക്ഷം വ്യവസായം ഉണ്ടായെന്നാണ് ഇവർ പറയുന്നത്. ഇവരാരും എന്തുകൊണ്ടാണ് വ്യവസായങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ് വൈദ്യുതി ഉപഭോഗം കൂടിയതെന്ന് പറയാത്തത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. മുൻ വർഷങ്ങളിൽ ഇല്ലാത്ത പോലെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഒക്കും? കേരളത്തിൻ്റെ വികസനം ഇത് കണ്ടിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വ്യവസായങ്ങൾ ഇങ്ങനെ കടന്നു വന്നു, 3.5 ലക്ഷം വ്യവസായം വന്നു, അപ്പോൾ ഉപഭോഗം കൂടി. എന്താ പറയാത്തത്? ഇവർ ഈ പറയുന്നത് മുഴുവൻ കളവുകളാണ്. ഇവർ ഈ പറയുന്നത് മുഴുവൻ പ്ലാനിങ്ങിലെ അപാകത കൊണ്ട് സംഭവിച്ചാണ്. അറിയാം, ഞാൻ ഇന്ന് KSEB ഇവിടുത്തെ എല്ലാം വീടുകളിൽ അയച്ച ഒരു നോട്ടിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം വായിക്കാം. ഈ വർഷം KSEB പ്രതീക്ഷിച്ചതിലും 25% ലോഡ് വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നിലവിലെ ലൈനുകൾക്ക് താങ്ങാൻ കഴിയാതെ വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ട്രാൻസ്ഫോമറുകളിലേക്കുള്ള വൈദ്യുതി എത്തുന്നത് സബ്സ്റ്റേഷനുകളിൽ നിന്നാണ്. ഇത് ട്രാൻസ്മിഷൻ വിങ്ങിന് കീഴിലാണ്. സബ്സ്റ്റേഷനുകളിലേക്ക് വരുന്ന ലൈനിൽ ഓവർലോഡ് വരുന്ന സമയങ്ങളിലാണ് 15 മിനിറ്റ് നിയന്ത്രണം ഓരോ സബ്സ്റ്റേഷനിലെയും ഓരോ 11 kV ഫീഡറിലും വരുത്തുന്നത്. അല്ലാത്ത പക്ഷം ലോഡ് താങ്ങാനാവാതെ 110 kV, 66 kV, 220 kV ലൈനുകൾ പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടാവും. ഇത് ഗ്രിഡിനെ മുഴുവനെയും ബാധിക്കുകയും കേരളം മുഴുവൻ ഇരുട്ടിലേക്ക് പോകാനും കാരണമാകും. ഇത് ഒഴിവാക്കാനാണ് അപ്രഖ്യാപിത ലോഡ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. അങ്ങനെ പോകുന്നു. നിങ്ങൾ പറയൂ, ഈ പറഞ്ഞതാണോ ആ പറഞ്ഞിരിക്കുന്നത്? ലോഡ് വർദ്ധിപ്പിച്ചു, അതുകൊണ്ട് നമ്മുടെ ജനറേഷൻ സഫീഷ്യൻ്റ് അല്ല, ഞങ്ങൾ വാങ്ങാനുള്ള കരാർ മുൻകൂട്ടി കരുതിയില്ല, നേരത്തെ ഉള്ളത് റദ്ദാക്കിപ്പോയി എന്നാണ് അവിടം വരെ പറഞ്ഞ് നിർത്തിയാൽ ഈ പറയുന്ന കാര്യം നമുക്ക് സമ്മതിക്കാം, നമുക്ക് വാദത്തിന് വേണ്ടി എടുക്കാം. പക്ഷേ വൈദ്യുതി തരാൻ ആളുണ്ടെങ്കിലും ഇത് താങ്ങാൻ ഇവിടുത്തെ ലൈനിന്, ഇവിടുത്തെ 110 kVക്ക് സബ്സ്റ്റേഷനുകൾക്ക് കേൾപ്പില്ല എന്നാണ് ഇവരെഴുതി ജനങ്ങളെ അറിയിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അപ്രഖ്യാപിതമായി കട്ട് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിന് വൈദ്യുതി ഈ പറയുന്ന കണക്കല്ല, യുദ്ധം വന്നില്ലെങ്കിൽ എന്താ? അപ്പോൾ ഇവർ പറയുന്നത് അതോ ഒരു മാസത്തേക്ക് അടുത്ത വർഷത്തേക്കുള്ള പ്ലാനിങ് നമ്മുടെ ഈ ലൈനിലൊന്നും ചെയ്തിട്ടില്ല എന്നാണോ? ആഴ്ചയിലാണോ ഇവർ ലൈൻ പ്ലാൻ ചെയ്യുന്നത്, ഇവിടുത്തെ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് പ്ലാൻ ചെയ്യുന്നത്? ഇവരുടെ ഈ ആസൂത്രണത്തിലുണ്ടായ അമ്പയുണ്ടായ പരാജയം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സോളാർ, നമ്മൾ ഇവിടുന്ന് പെരുപ്പുറത്തുണ്ടാക്കുന്ന സോളാർ അങ്ങോട്ട് കൊടുക്കുന്നു.
ആ സമയത്തുള്ള ഈ വോൾട്ടേജ് സർജ് എങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ. നിങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ എഞ്ചിനീയർമാരുള്ളവർ, നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. അല്ലെങ്കിൽ വെറുതെ ഒരു വോൾട്ട് മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കൂ. ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക്. അത് മുഴുവൻ പരാജയപ്പെട്ട് അതിൻ്റെ മുകളിൽ ഈ 10 വർഷവും കൂടി, അതിനു മുമ്പും അങ്ങനെ തന്നെയായിരുന്നു, അടയിരുന്ന ശേഷം കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് ട്രംപാണോ നെതന്യാഹു ആണോ ഉത്തരവാദി എന്ന് നിങ്ങൾ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയാനാണ്? ഇത് മുഴുവൻ ആസൂത്രണത്തിലുണ്ടായ പരാജയമാണ്. ജനറേഷൻ്റെ ഷോർട്ടേജ് അവിടെ നിൽക്കട്ടെ, ഇത് ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിലുണ്ടായ ഷോർട്ടേജാണ്, ഉള്ള അപര്യാപ്തതയാണ്. ആ അപര്യാപ്തത വെച്ചുകൊണ്ട് ഇതിനെ പാച്ചപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇവിടെ നമ്മൾ തയ്യാറെടുക്കുന്നത്. നമ്മൾ ക്ഷണിച്ച പോലെ വ്യവസായങ്ങൾ വന്നാലോ ഏത് തരത്തിലായാലും ഇവിടെ വൈദ്യുതി ഉപഭോഗം കൂടിയാൽ താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ലൈനുകളും ട്രാൻസ്മിഷൻ നെറ്റ്വർക്കുമാണ് നമുക്കിവിടെ ഉള്ളതെന്നുള്ളതാണ് സത്യം. ഇതവർ രേഖാമൂലം ജനങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടുന്ന് അയക്കുന്ന എഞ്ചിനീയർമാർക്ക് സത്യം പറഞ്ഞ് തൽക്കാലത്തേക്ക് ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി. അവർക്ക് ഈ ക്യാമ്പയിനും ഇരുട്ടിൻ്റെ കാലത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമൊന്നും വേണ്ട. അതല്ലാതെ സെൻട്രലൈസ്ഡ് ആയിട്ട് നിന്നിട്ട് 10 വർഷം മാനേജ് ചെയ്തതിൻ്റെ മാഹാത്മ്യവും ഇപ്പം ശ്രീ സുരേഷ് കുമാർ ഇവിടെ പറഞ്ഞല്ലോ. അത് പറയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതെടുത്തിട്ട് ട്രംപിൻ്റെ മണ്ടയ്ക്കോ നെതന്യാഹുവിൻ്റെ മണ്ടയ്ക്കോ അടിക്കണം. നമ്മളുടെ കുറ്റമാണെന്ന് വരുത്തി തീർക്കണം. ഇവിടുത്തെ പ്രകൃതിയാണ് പ്രശ്നമെന്ന് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു പോകാമോ എന്നുള്ള പരീക്ഷണമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ജനറേഷനെക്കുറിച്ച് ഒരു വാചകം നമുക്ക് പറഞ്ഞു പോകാൻ പറ്റാതിരിക്കുന്നത്. ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള നെറ്റ്വർക്ക് ഇല്ല എന്നുള്ളത് ഒരു വസ്തുത, ഇനിയും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള വൈദ്യുതിയും ഇല്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. അതിന് നമുക്ക് 4.5 രൂപയ്ക്ക് കിട്ടാനുള്ള കരാറുണ്ടായിരുന്നത് റദ്ദാക്കിയിട്ട് ആ കമ്പനികളെ സഹായിച്ചുകൊണ്ട് 13 രൂപയ്ക്കും 14 രൂപയ്ക്കും വാങ്ങിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിനും കിട്ടുന്നില്ല എന്നാണ് കേൾക്കുന്നത്. ഇതാണ് സാഹചര്യം. അപ്പോൾ ഇത് ഒരു ഭാഗത്ത് കെടുകാര്യസ്ഥത, മറുഭാഗത്ത് അഴിമതി. ഇത് രണ്ടും നടത്തിയ ശേഷമാണ് നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ 15 വർഷം പുറകിലേക്ക് തിരിഞ്ഞു നോക്കൂ, നിങ്ങൾ ഇതിന് വിധിക്കപ്പെട്ടവരാണ്, അന്ന് പവർ കട്ട് ഇത്രയേ ഉള്ളായിരുന്നു, ഇപ്പോഴിത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളോട് ഈ അദ്വൈതം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.